ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് റീഡിങ്ങിൽ ഇന്ന് എടുക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ദൈവം എന്തെങ്കിലും, യൂണിവേഴ്സ് എന്തെങ്കിലും നിങ്ങൾക്ക് ബ്ലെസ്സിങ് തരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ഇൻഡിക്കേഷൻസ് കിട്ടും. നമ്മളിതിനെപ്പറ്റി മുമ്പ് ചെയ്തിട്ടുണ്ട്, എന്നാലും ഒരിക്കൽ കൂടെ ഞാൻ നോക്കുന്നു. അത് എപ്പോഴും നമ്മൾ നോക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല, ഞാൻ കുറേ ആയിട്ട് എടുത്തിട്ടില്ല. സോ എന്നാൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ബ്ലെസ്സിങ് യൂണിവേഴ്സ് തരുന്നതിന് മുമ്പ്, ദൈവം തരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ചില സൈൻസ് ഉണ്ടാവും. ചില കാര്യങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം, നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു, അല്ലെങ്കിൽ ദൈവം ആ ഒരു ബ്ലെസ്സിങ് തരും എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതെന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് സൈനായിട്ട് യൂണിവേഴ്സ് കാണിക്കുന്നത് നോക്കാം. നൈറ്റ് ഓഫ് പെഡിക്കിൾസ് ആണിത്. കിങ് ഓഫ് കപ്സ്, ക്വീൻ ഓഫ് wands, magician, six of cups, seven of wands, four of cups, lover's energy, world card, awesome, and the star. Very nice. Wow. എന്ത് തന്നെയായാലും ആദ്യം തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, ഒരു സെക്കൻഡ്, ആദ്യം തന്നെ യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആഗ്രഹം നടക്കും എന്നുള്ള സയൻസ് ഇവിടെ തന്നെ തന്നു കഴിഞ്ഞു യൂണിവേഴ്സ്. ഇത് സിക്സ് ഓഫ് കപ്സ് എനർജി ഉണ്ട്, ഇവിടെ സ്റ്റാർ കാർഡ് ഉണ്ട്, ആൻഡ് മജീഷ്യനും ഉണ്ട്. ആക്ച്വലി നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും ഒരു ആഗ്രഹം യൂണിവേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ചിലപ്പോൾ ചെറുപ്പം തൊട്ടേ നിങ്ങളുടെ മനസ്സിലുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. നമുക്കൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ വലുതാവുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഇന്ന കാര്യം വേണം, അല്ലെങ്കിൽ ഇന്നത് ചെയ്യണം എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ച് കാണാം. അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ഒരു വിഷിൻ്റെ കാര്യം എനിക്ക് ഇവിടെ കാണുന്നുണ്ട്. ആ വിഷ് നിങ്ങൾ യൂണിവേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്. യൂണിവേഴ്സിനോട് പറഞ്ഞ് അതും ഒരു മാനിഫെസ്റ്റേഷനാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ നമ്മൾ വെച്ചുകൊണ്ട് നടക്കുക, അതും ഒരു മാനിഫെസ്റ്റേഷൻ തന്നെയാണ്. നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ ടെക്നിക്കായിട്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ ചെറുപ്പകാലം തൊട്ടുള്ള ആഗ്രഹമായിരിക്കാം, നിങ്ങൾ അതിൽ മനസ്സിൽ ഒരുപാട് കൊണ്ട് നടന്നിട്ടുണ്ടാവും. ആ കാര്യം നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്ത് കാണാം, അത് നിങ്ങൾക്ക് നടക്കാൻ പോകണമെന്ന് ഓൾറെഡി ഇവിടെ യൂണിവേഴ്സ് ഇൻഡിക്കേഷൻ തരുന്നുണ്ട്. കുറേ മേജർ ആർക്കാന വന്നിട്ടുണ്ട് ഇവിടെ. സോ മേജറായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നു എന്നുള്ളൊരു ഇൻഡിക്കേഷൻ ഉണ്ട് ഇവിടെ. അതിനു മുമ്പ് കുറച്ച് മേജറായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അതിനു മുമ്പ് ചില കാര്യങ്ങൾ നടക്കണം, അല്ലേ? അതാണ് ഞാൻ പറഞ്ഞ സയൻസിന്റെ കാര്യം. നിങ്ങൾക്ക് അതിനു മുമ്പ് നിങ്ങൾക്ക് എന്തൊക്കെയായിരിക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കാം. ആ ഒരു ചില കാര്യങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ദറ്റ് എന്തോ യൂണിവേഴ്സ് ശരിക്കും മീൻസ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ചാലഞ്ചസ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നെ ഒരുപാട് എന്താണ് എൻ്റെ ആഗ്രഹം നടക്കാത്തത് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. പക്ഷെ അവിടെ യൂണിവേഴ്സ് ശരിക്കും നിങ്ങൾ ആഗ്രഹിച്ചതിലേക്ക് എത്തിക്കാനുള്ള ഒരു വഴിയായിട്ട് പല കാര്യങ്ങളും നടക്കും. അതെന്തൊക്കെയാണെന്ന് പറയാം. ഇവിടെ ആദ്യത്തെ കാര്യം എനിക്ക് കാണുന്നത് നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് പണം ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. നിങ്ങളുടെ കയ്യിൽ ഉണ്ട് അല്പം, ഇല്ലാത്ത കാര്യമല്ല. അവിടെ നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നാണ് അർത്ഥം. ഒരു സ്ലോ ഗ്രോത്ത് എന്ന രീതിക്ക് പറയും. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഒരു സ്ലോ ആയിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണാം. കുറച്ച് സമയം എടുക്കും അതിൻ്റെ റിസൾട്ട് കാണാൻ. പക്ഷെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പേടിയുണ്ടാവാം. നിങ്ങളുടെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നേടണമെങ്കിൽ ചിലപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യണമായിരിക്കും. ബട്ട് ഐ തിങ്ക് നിങ്ങൾ അത് ഹോൾഡ് ബാക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എൻ്റെ കയ്യിൽ ചിലപ്പോൾ പോരാ, എൻ്റെ കയ്യിലുള്ളത് പോരാ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പണം ഫൈനാൻഷ്യലി ആയിരിക്കാം ചിലപ്പോൾ. ഫൈനാൻഷ്യലി നിങ്ങൾക്ക് ചിലപ്പോൾ അത് പോരാ എന്ന് തോന്നുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനൊരു പേടി നിങ്ങളുടെ ഉള്ളിൽ. പിന്നെ ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉള്ളത് ചിലപ്പോൾ നഷ്ടപ്പെട്ടും കാണാം. ചിലപ്പോൾ അങ്ങനെയായിരിക്കാം. മേ ബി നിങ്ങൾക്ക് ഓൾറെഡി ചിലപ്പോൾ എന്തെങ്കിലും ഫൈനാൻഷ്യൽ ലോസ് അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ഫേസ് ചെയ്ത് കാണാം. ഇത് അങ്ങനത്തെ കാർഡല്ല, ബട്ട് ഞാൻ ഈ ഒരു പിക്ചർ കണ്ടിട്ട് ഞാൻ പറയുന്നതാണ്. നിങ്ങൾക്ക് എന്തോ നഷ്ടപ്പെടും എന്നുള്ളൊരു ഫീലിംഗ് ഉള്ള പോലെയാണ് ഈ പിക്ചറിൽ. നിങ്ങൾ അതുകൊണ്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്ന പോലെയാണ്. മേ ബി ഉള്ള സ്റ്റെബിലിറ്റി പോവോ എന്നുള്ള പേടിയായിരിക്കാം. നിങ്ങളിപ്പോൾ ഈ ഒരു ആഗ്രഹങ്ങളെ ചേസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ, ആഗ്രഹങ്ങളുടെ പിന്നെ പിറകിൽ പോയി കഴിഞ്ഞാൽ മേ ബി നിങ്ങൾക്ക് പലതും നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി ഇവിടെ കാണുന്ന പോലെയാണ് എനിക്ക്.
ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് that നിങ്ങളോട് ചാലഞ്ചസ് ഫേസ് ചെയ്യാൻ തയ്യാറാവാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ചാലഞ്ചസ് ഉണ്ടാവും. അതിപ്പോൾ ഫൈനാൻഷ്യൽ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും വേറെ പല സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവാം. ആ സിറ്റുവേഷൻസിനെ പക്ഷെ നിങ്ങൾ ധൈര്യത്തിൽ ചാലഞ്ച് ഏറ്റെടുക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു ധൈര്യം കൊണ്ടുവരാം. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കാൻ തുടങ്ങാം. ഓക്കെ, നിങ്ങൾ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. ഓക്കെ, നിങ്ങൾ ആ ഒരു പേടി കൊണ്ട് ഹോൾഡ് ബാക്ക് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്യൂ, നിങ്ങളോട് പറയുന്നത് അതിന് വേണ്ടി എഫേർട്ട് ഇടൂ എന്ന രീതിക്കാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാലഞ്ചസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അഗൈൻ ദാറ്റ് ഓക്കെ എനിക്കെന്താ ഒന്നും നടക്കാത്തത്, ലൈക്ക് എൻ്റെ മീൻസ് ഞാൻ ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ എൻ്റെ മുമ്പിൽ മുഴുവൻ തടസ്സങ്ങളാണല്ലോ എന്നായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷെ അതൊക്കെ ഡിവൈൻ്റെ ഒരു ലൈക്ക് ടെസ്റ്റാണ്. നിങ്ങൾ എത്രത്തോളം അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യും. അതിപ്പോൾ പണമായാലും ശരി, ചിലപ്പോൾ ഫൈനലി ഞാൻ എൻ്റെ ഒരു ഇതിൽ പറയാം, എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവസാന ഒരു എന്താ പറയുക, എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലാത്തൊരവസ്ഥ ആവുന്നവരെ ഓക്കെ അത്രയും ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അത് ദൈവത്തിൻ്റെ ഒരു ടെസ്റ്റാണ്. നിങ്ങൾ എത്രത്തോളം ഇത് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ ഒരു ആഗ്രഹത്തിലേക്ക് എത്താൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യും, കയ്യിലുള്ളത് പോലും നഷ്ടപ്പെടുത്തി നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കുമോ എന്നുള്ളതാണ്. അതോ നിങ്ങളുടെ ആ ഒരു കംഫർട്ട് സോണിൽ നിങ്ങൾ നിൽക്കാൻ ശ്രമിക്കുമോ. നമ്മളെപ്പോഴും നമ്മളൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്, എന്നിട്ട് നമുക്കൊരു പേടിയാണ് കയ്യിലുള്ളത് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താവും അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് പോയാലും എനിക്ക് വേറെ വരും എന്നുള്ളൊരു ട്രസ്റ്റ് ഉണ്ടാവും നമുക്ക് യൂണിവേഴ്സിൽ. എനിക്ക് അതായത് നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതായിട്ടാണ് ഇവിടെ കാണുക. അവിടെ ഞാൻ ഈ ഭാഗത്ത് പോയിന്റ് ചെയ്യുന്ന കേട്ടോ. ഓക്കെ, അപ്പോൾ പക്ഷേ നിങ്ങൾക്ക് ആ ഒരു പേടി കാണുന്നത് എൻ്റെ കയ്യിലുള്ളത് പോയാലോ എന്നുള്ളത്. സോ അവിടേക്ക് അതൊക്കെ ടെസ്റ്റാണ് യൂണിവേഴ്സിൻ്റെ. നിങ്ങൾ എത്രത്തോളം ഇതിൽ എഫേർട്ട് ഇടാൻ നിങ്ങൾ തയ്യാറാണ്. നിങ്ങളുടെ മുമ്പിൽ ചാലഞ്ചസ് കൊണ്ടുവന്നിടും. അപ്പോൾ ആ ചാലഞ്ചസിനെ നിങ്ങൾ ഫേസ് ചെയ്യാൻ എത്രത്തോളം നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്, എത്രത്തോളം നിങ്ങൾ അവനവന് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്നുണ്ട്, നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ എത്രത്തോളം റെഡിയാണ്. ഓക്കെ, എത്ര ഫൈറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്നൊക്കെ യൂണിവേഴ്സ് നോക്കും. ഇതൊക്കെ ടെസ്റ്റുകളായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ചാലഞ്ചസ് വരുന്നത് എപ്പോഴും നിങ്ങൾ വിചാരിക്കും എനിക്ക് ബുദ്ധിമുട്ടുകളാണല്ലോ വരുന്നത് എന്ന് വിചാരിച്ച് നിങ്ങൾ ചിലപ്പോൾ ഒരു ഗിവ് അപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് തോന്നാം, പേടിച്ച് മാറാനുള്ള ഒരു ചാൻസാണ്. പക്ഷെ ഇവിടെ യൂണിവേഴ്സ് ആക്ച്വലി അതൊക്കെ നിങ്ങളുടെ ഗോളിലേക്ക് എത്തിക്കാനുള്ള സ്റ്റെപ്സ് ആണ് ഇതൊക്കെ. ഓക്കെ, ചാലഞ്ചസ് വരുമ്പോൾ ചാലഞ്ചസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഈ ചാലഞ്ചസ് മറികടന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തോ നല്ലത് വരാനുണ്ട്, ഞാൻ അതിനു വേണ്ടി മാക്സിമം എൻ്റെ എഫേർട്ട് ഇട്ട് നോക്കട്ടെ എന്ന രീതിക്കാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, ഇവിടെ വേറൊരു കാര്യം എനിക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ വേറെ സിറ്റുവേഷൻ ആയിട്ട് പറയാം. ഒന്ന് ഫൈനാൻഷ്യലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, പിന്നെ ഒന്ന് നിങ്ങളുടെ ഒരു ചാലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് സയൻസ് ആണ്. അതുപോലെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ സപ്പോസ് ആരെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി, അതിപ്പോൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാവാം, പാർട്ട്ണർ ആവാം, ലൈഫ് പാർട്ട്ണർ ആവാം, ഓക്കെ പാരൻസ് ആവാം, പാരൻസ് അച്ഛൻ അല്ലെങ്കിൽ അമ്മ എന്ന രീതിക്കൊക്കെ നമുക്ക് എടുക്കാൻ ഇവിടെ വേണമെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട്, ഓക്കെ സപ്പോർട്ടറായിട്ട് നിങ്ങൾ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ, ഇമോഷണൽ സപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് ആരെങ്കിലും തന്നു അവരുടെ ഒരു ലോസ് നിങ്ങൾ ഫേസ് ചെയ്യാം. ഓക്കെ, ഇവിടെ നഷ്ടപ്പെടുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. മേ ബി ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ഉള്ള ഒരു വ്യക്തി, ഓക്കെ ആ വ്യക്തി ചിലപ്പോൾ നിങ്ങളെ വിട്ടു പോവാം. ഓക്കെ, അത് എപ്പോഴും അങ്ങനെ ഉണ്ടാവുന്നതാണ്, ഈ കാര്യവും ഉണ്ടാവുന്നതാണ്. ബിക്കോസ് എന്താന്ന് വെച്ചാൽ നിങ്ങളെ സ്ട്രോങ് ആക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ സ്ട്രെങ്ത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ആരും സപ്പോർട്ട് ഇല്ലെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടത് നേടാൻ സാധിക്കും എന്നുള്ളൊരു കാര്യമാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഓക്കെ, ചിലപ്പോൾ നമ്മളെ തനിച്ചാക്കി വിടുക, ആക്ച്വലി തനിച്ചാക്കുക അതാണ് സംഭവം, വേറെ ഒന്നുമല്ല. നിങ്ങളെ ചിലപ്പോൾ നിങ്ങളുടെ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും, നിങ്ങൾ കുറേ ആയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ നല്ലോണം ക്ലോസ് ആയ ആരെങ്കിലുമൊക്കെ വ്യക്തികളായിരിക്കും, അവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് വിട്ടുപോകും. ഓക്കെ, ഇവിടെ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ചില ലോസ്, ഇവിടെ ഒരു കപ്പിൻ്റെ ഒരു ഇമോഷൻസ് എന്ന് കാണിക്കുന്നുണ്ട്, ഇവിടെ ഇമോഷണൽ ലോസ് എന്ന രീതിക്ക് കാണുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ ഓക്കെ മേ ബി ചിലപ്പോൾ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോവാം. ഒരു വ്യക്തി എന്നല്ല, ചിലപ്പോൾ പലരും. ഓക്കെ, നിങ്ങളെ കെയർ ചെയ്തിട്ടുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിന്നിട്ടുള്ള വ്യക്തികൾ, ഫ്രണ്ട്സ് ആവാം, റിലേഷൻസ് ആവാം, അതൊക്കെ ചിലപ്പോൾ വിട്ട് മാറിപ്പോകും നിങ്ങളുടെ അടുത്ത് നിന്ന്. ഓക്കെ, നിങ്ങൾ തനിച്ചായി പോകുന്ന ഒരവസ്ഥ വരെ എത്തും. മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒന്നിലും താല്പര്യമില്ല ഉണ്ടാവും, അങ്ങനെയും പറയാം. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് തന്നെ ആക്ച്വലി ആരോടും ഒന്നിനോടും താല്പര്യമില്ലാത്ത രീതിയിലാവും. ബിക്കോസ് അതൊക്കെ യൂണിവേഴ്സ് നിങ്ങളെ ശരിക്കും തനിച്ചാക്കുന്ന പോലെയാണ്. ആ തനിച്ചാക്കുമ്പോൾ എന്താണ്, നിങ്ങൾ ഒരു ആലോചനയുടെ ലൈക്ക് നിങ്ങൾ സ്വയം അവനവനെ കുറിച്ച് അനലൈസ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് വരും. ഓക്കെ, ഒറ്റപ്പെടുമ്പോഴാണ് നമ്മൾ അങ്ങനെ ചിന്തിച്ചു തുടങ്ങുക. മറ്റുള്ളവർ കൂടെ ഉള്ളപ്പോൾ എന്താ നമുക്ക് എപ്പോഴും ഒരു ബലമാണ് അല്ലേ. നമ്മൾ അവരെയൊക്കെ അല്ലെങ്കിൽ അവർ പറയുന്നത് ചിലപ്പോൾ അവരോട് ആരോടെങ്കിലുമൊക്കെ നമ്മൾ ഡൗട്ട് ചോദിക്കും, അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും, അവർ വല്ലതൊക്കെ പറയും, അതുപോലെയൊക്കെ നമ്മൾ ഫോളോ ചെയ്യും. അങ്ങനെ എപ്പോഴും നമുക്ക് ആരെങ്കിലുമൊക്കെ കൂടി ഉണ്ടാവുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് വേണ്ടതിലേക്ക് നമ്മൾ കോൺസെൻട്രേഷൻ കൊടുക്കൂല. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മേ ബി ചിലപ്പോൾ വളരെയധികം നിങ്ങൾ സ്നേഹിച്ച വ്യക്തികളെ അടക്കം യൂണിവേഴ്സ് മാറ്റിയിട്ടുണ്ടാവാം. അത് പക്ഷെ നിങ്ങളെ തനിച്ചാക്കുമ്പോൾ അത് യൂണിവേഴ്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവനവനിലേക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾക്കൊരു അവസരം തരാണ്, എന്നിട്ട് നിങ്ങൾ അവനവനെ നോക്കാം.
വേറൊരു കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു സപ്പോർട്ടിലല്ല നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക. നിങ്ങൾ അവനവൻ്റെ ശക്തിയിലാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക. അവനവൻ്റെ സ്ട്രെങ്ത് നിങ്ങൾ മനസ്സിലാക്കാനാണ്. നിങ്ങൾക്ക് എവിടെ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് വേറെ ചിലത് കൊണ്ടുവന്ന് തരും. എനിക്ക് ഇവിടെ നമ്മളിപ്പോൾ ഇവിടെ കപ്സ് ഉണ്ട്, നിങ്ങളുടെ മുമ്പിൽ ഈ നഷ്ടപ്പെട്ട കാര്യങ്ങളായിരിക്കാം, നിങ്ങളുടെ ബാക്കിൽ പക്ഷേ ഇവിടെ വേറൊരു കപ്പ് നിങ്ങൾക്ക് നല്ലത് നിങ്ങളെ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന് പകരം യൂണിവേഴ്സ് വേറെ നല്ലത് നിങ്ങൾക്ക് കൊണ്ടുതരും എന്നുമുണ്ട്. ഓക്കെ, പക്ഷെ അത് നിങ്ങൾ ആദ്യം അവനവനെ അനലൈസ് ചെയ്യാൻ തുടങ്ങണം. ഓക്കെ, നിങ്ങൾ അവനവനെ അനലൈസ് ചെയ്യുക, അവനവനെ മനസ്സിലാക്കുക, നിങ്ങളുടെ സ്വന്തം കഴിവുകൾ മനസ്സിലാക്കുക. നിങ്ങൾ ഒരുപാട് കഴിവുകളുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, നിങ്ങളുടെ ടാലൻസ് ഉണ്ട്, നിങ്ങൾക്ക് കഴിവുണ്ട്, ബുദ്ധിയുണ്ട്, ഇൻ്റലിജൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, നിങ്ങളോട് ശരിക്കും നിങ്ങളൊന്ന് ഉറച്ച് തീരുമാനിച്ച് നിന്ന് കഴിഞ്ഞാൽ ഓക്കെ നിങ്ങൾക്ക് എന്തും നേടിയെടുക്കാൻ സാധിക്കും. ആൻഡ് ഇവിടെ മജീഷ്യൻ കാർഡും ഉണ്ട്. നമുക്ക് മജീഷ്യൻ കാർഡും പറയുന്നത് സെയിം തിങ്. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. എനിക്ക് ചിലപ്പോൾ മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സ് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ സിറ്റുവേഷൻസ് ഓവർകം ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത് കൊണ്ട് നിങ്ങൾ നേടുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്, തന്നിട്ടുണ്ട് യൂണിവേഴ്സ്. ഓക്കെ, ഇതിവിടെ ലവേഴ്സ് കാർഡ് ഉണ്ട്. ലവേഴ്സ് കാർഡ് നമുക്ക് ഇവിടെ ചോയ്സ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് എന്താണ് നല്ലത്, ഓക്കെ ആ തീരുമാനങ്ങൾ ഐ തിങ്ക് നിങ്ങൾ എടുക്കാൻ തുടങ്ങും. ഓക്കെ, അത് അവിടേക്ക് എത്തിക്കുകയാണ് നിങ്ങളെ യൂണിവേഴ്സ്. നിങ്ങൾക്ക് ചാലഞ്ചസ് തന്നിട്ട്, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ട്രബിൾസ് തന്നിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ ജീവിതത്തിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പലരെയും എടുത്തു മാറ്റുക, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, അപ്പോഴായിരിക്കും ശരിക്കും ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടി പുതിയ വഴികൾ ഓപ്പൺ ആയി കിട്ടുന്നത്. ഓക്കെ, പുതിയ വഴികൾ നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആവും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ശരിക്കും പറഞ്ഞാൽ ഐ തിങ്ക് ഒരു ലൈക്ക് വേൾഡ് തന്നെ ഓപ്പൺ ആണ് എന്ന് വിളിക്കാം നമുക്കിവിടെ. ഓക്കെ, ദി യൂണിവേഴ്സ് ഇസ് ഓപ്പൺ ഫോർ യു എന്ന് വിളിക്കാം. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതെല്ലാം നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, ദ ഹോൾ വേൾഡ് ഇസ് ഫോർ യു. ഓക്കെ, നിങ്ങൾ ഇതുവരെ അവനവനെ ലിമിറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയായിരുന്നു, അവനവനെ ഹോൾഡ് ബാക്ക് ചെയ്യായിരുന്നു നിങ്ങൾ ഇതുവരെ. ഓക്കെ, അപ്പോൾ ആ ലിമിറ്റേഷൻസ് എന്നൊക്കെ നിങ്ങൾ പുറത്ത് വരുമ്പോൾ, ചാലഞ്ചസ് ഫേസ് ചെയ്ത് നിങ്ങൾ പുറത്ത് വരുമ്പോൾ, നിങ്ങളെ ആരും സപ്പോർട്ട് ചെയ്യാൻ ഇല്ലാതെ ആവുമ്പോഴും ഓക്കെ നിങ്ങൾ യൂണിവേഴ്സിൽ മാത്രം ട്രസ്റ്റ് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, നിങ്ങൾ ഓരോ അവനവന് വേണ്ടി നിങ്ങൾ സ്റ്റാൻഡ് എടുക്കുമ്പോൾ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനു വേണ്ടി നിങ്ങൾ ശ്രമിക്കുമ്പോൾ, നിങ്ങളുടെ ഐഡിയാസ് യൂസ് ചെയ്ത് ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്ത് നിങ്ങൾ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എനിക്ക് ഇവിടെ ഐ തിങ്ക് യു ആർ ചൂസിങ് യുവർ സെൽഫ്. എനിക്ക് അങ്ങനെ പറയാൻ തോന്നുന്നത്. ഓക്കെ, ഇവിടെ ഏഞ്ചൽ സപ്പോർട്ട് ഉണ്ട് നിങ്ങൾക്ക്. നിങ്ങളൊരു ചോയ്സ് എടുക്കും, എന്നിട്ട് ഓക്കെ ഇനി ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങുന്നു, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കാൻ തുടങ്ങുന്ന പോലെ. സോ അതിൻ്റെയൊക്കെ റിസൾട്ടായിട്ട് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരു ഫുൾ വേൾഡ് തന്നെ ഓപ്പൺ ആണ്. നിങ്ങൾക്കൊരു പുതിയ ബിഗിനിങ് ഓപ്പൺ ആണ് ഇവിടെ. ഓക്കെ, പുതിയ തുടക്കങ്ങൾ. ഓക്കെ, നിങ്ങൾ ഇവിടെ ചിലത് വിട്ടുപോയി, ചിലത് നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടം വന്നു, അങ്ങനെ പണം നഷ്ടം വന്നിട്ടുണ്ടാവാം, വ്യക്തികൾ വിട്ടുപോയി കാണാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ ഒറ്റപ്പെട്ട പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം, എല്ലാം ഉണ്ട്. പക്ഷെ ഇവിടെ ഫൈനലി നിങ്ങൾക്ക് വേണ്ടി ദ ഹോൾ വേൾഡ് ഇസ് ദെയർ ഫോർ യു. ഓക്കെ, ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി പുതിയ വഴികൾ തുറക്കും, നിങ്ങൾക്ക് ഓരോ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കൊണ്ടുവരും എന്നൊക്കെ പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ സ്റ്റാർ ആൻഡ് വിഷ് കാർഡ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് നിങ്ങൾ എത്തിക്കുകയാണ്. സക്സസ് ഓഫ് വാട്ട് എവർ യു വാണ്ട്, നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതിലേക്ക് നിങ്ങൾ എത്തും. ഓക്കെ, ആൻഡ് അതിലേക്ക് എത്തുന്നതിന് ലൈക്ക് നിങ്ങൾക്കൊരു പ്രതീക്ഷ യൂണിവേഴ്സ് തരുന്നുണ്ട്, യൂണിവേഴ്സ് ഹോപ്പ് തരുന്നുണ്ട്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് എന്ത് തന്നെയാണോ അത് നടക്കും എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. പക്ഷെ അതിന് മുമ്പ് ചില ചാലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്യും, ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് വിട്ടുപോകും, ചില കാര്യങ്ങൾ നടക്കും, നിങ്ങളെ ഫുള്ളായിട്ട് ടെസ്റ്റ് ചെയ്യും. ശരിക്കും നിങ്ങൾ എത്രത്തോളം നിങ്ങൾ അതിനു വേണ്ടി എഫേർട്ട് ഇടും എന്നൊക്കെ ടെസ്റ്റ് ചെയ്യും. ഓക്കെ, ആ ടെസ്റ്റുകൾ നിങ്ങൾ ഓവർകം ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു നല്ല ഫ്യൂച്ചറിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. ഓക്കെ, സോ ആദ്യം ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾ ബിൽഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക, നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നുള്ള തീരുമാനം എടുക്കുക, അവനവന് വേണ്ടി നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവുക. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് ആഗ്രഹിച്ചതിലേക്ക് നിങ്ങൾ എത്തിക്കും. ഓക്കെ, ഓക്കെ ഞാൻ ഒറക്കിൾ കാർഡ്സ് കൂടി എടുത്തേക്കാം. ഇന്ന് നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്താണ്? യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്താ മെസ്സേജ് തരുന്നത് നോക്കാം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഓക്കെ പ്രാക്ടീസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നുണ്ട്. ഷെയർ യുവർ ലൈറ്റ്, വെരി ഗുഡ്, കീപ് ഗോയിങ് ആൻഡ് യൂസ് പോസിറ്റീവ് അഫർമേഷൻസ്. മാനിഫെസ്റ്റേഷൻ്റെ കാര്യമാണല്ലോ അത്. ഡിസ്കവർ യുവർ കോളിംഗ്, വെരി നൈസ്. ബി ഓപ്പൺ ടു ലവ്, റിമെമ്പർ ദാറ്റ് യു ആർ ഇനഫ്. ഓക്കെ, ഒന്നാമത്തെ കാര്യം നിങ്ങളോട് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, മേ ബി യൂണിവേഴ്സുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ. ഓക്കെ, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഒരുപാട്. നിങ്ങളുടെ ലൈഫ് എന്താണ് നിങ്ങൾ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആയിരിക്കും. ആരോടൊക്കെ ചോദിച്ചാലും ശരിക്കും പറഞ്ഞാൽ അവസാനം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആൻസർ മാത്രമായിരിക്കും കറക്റ്റ്. ഞാൻ പറയുന്നത് ഇത് മനസ്സിലാക്കിക്കോളൂ. ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന റീഡിങ് എടുത്താലും ശരി, വേറെ ആരോടെങ്കിലും നിങ്ങൾ ചോദിച്ചാലും ശരി, നമ്മൾ ജ്യോതിഷം നോക്കിയാലും ശരി, എന്ത് ജാതകം നോക്കിച്ചാലും ശരി, എന്തൊക്കെ നിങ്ങൾ ചെയ്താലും ഉണ്ടല്ലോ
അവസാനം ഓക്കെ നമുക്ക് ഗൈഡൻസ് പറഞ്ഞു തരാനേ സാധിക്കുള്ളൂ. ഓക്കെ, പക്ഷെ ഫൈനലി ഇപ്പം എനിക്ക് തന്നെ എന്നെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ ഞാൻ പറയാം, ഞാൻ പലരും പറയും, ഞാൻ ചോദിക്കും, ഞാൻ കേൾക്കും. ഓക്കെ, ബട്ട് ഫൈനൽ തീരുമാനം എപ്പോഴും എനിക്കറിയാം ദാറ്റ് എൻ്റെ ഉള്ളിൽ നിന്ന് ഞാനൊരു തീരുമാനം എടുത്താൽ മാത്രമേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാൻ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു എന്താ ഞാൻ വല്ല എല്ലാവരും എതിർത്ത് ചെയ്യുന്ന ഒരു ഇതാണോ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് അല്ല, അതാണ് കറക്റ്റ്. ബിക്കോസ് എൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് എന്ത് തോന്നുന്നു, അതിപ്പോൾ മറ്റുള്ളവരെ കേൾക്കുന്നില്ല എന്നല്ല, അവർ പറയുന്നതിൽ നിന്ന് നമ്മൾ പോയിന്റ്സ് മനസ്സിലാക്കണം. ഓക്കെ, മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെ നമ്മൾക്ക് ഏതാണ് നല്ലത് അത് നമുക്കേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു, നിങ്ങൾ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. മെഡിറ്റേഷൻ പോലെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ അങ്ങനെ ആലോചിച്ചാൽ മതി, നിങ്ങൾക്ക് ഏതാ ഇഷ്ടം. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റ് ചുമ്മാ വെറുതെ ഇരിക്കുന്നതാണോ ഇഷ്ടം, ജസ്റ്റ് ഇരുന്നിങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം, ഓക്കെ ചെയ്യൂ. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യൂ. ഓക്കെ, മെഡിറ്റേഷൻ ജസ്റ്റ് നിങ്ങൾ ദൈവത്തിനെ മനസ്സിൽ വിളിക്കാറുണ്ടോ, വിളക്ക് കൊളുത്തി അതിൻ്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം, അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ബിക്കോസ് അങ്ങനെ ഞാൻ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളല്ല. ഓക്കെ, ബട്ട് എൻ്റെ മനസ്സുകൊണ്ട് എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കാറുണ്ട്. എൻ്റെ ഉള്ളിൽ എപ്പോഴും ആ ഒരു പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവാറുണ്ട്, ജപം എപ്പോഴും ഉണ്ടാവാറുണ്ട്. സോ അങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങളുടെ രീതി ഏതാണ്, നിങ്ങൾ അതിനനുസരിച്ച് മാറ്റിയെടുക്കും. ഓക്കെ, ഇവിടെ പ്രാക്ടീസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നു. ഓക്കെ, ദാറ്റ് മീൻസ് വാട്ട്, മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂണിവേഴ്സുമായിട്ട് പോട്ടെ, യൂണിവേഴ്സും അല്ല, നിങ്ങൾ അവനവനുമായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ എന്താ പറയുന്നത്, നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് എന്താ പറയുന്നത്, എന്ത് ചെയ്യാനാ പറയുന്നത്. അത് തെറ്റായി പോയാലും സാറില്ല, നിങ്ങൾ ശ്രമിക്കൂ, ഒരു വിരോധവും ഇല്ല, തെറ്റിക്കോട്ടെ. ഓക്കെ, തെറ്റിയിട്ട് നമ്മൾ പഠിച്ച് വീണ്ടും നമ്മൾ തന്നെ വീണ്ടും കറക്റ്റ് ചെയ്യും, വീണ്ടും അപ്പോഴല്ലേ നമ്മൾ ബെറ്റർ ആവുന്നത്, അപ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുന്നത്. തെറ്റ് ചെയ്യാൻ എന്തിനാ പേടിക്കേണ്ട ആവശ്യം, ആരെയാ പേടിക്കേണ്ട ആവശ്യം. ഓക്കെ, അങ്ങനെ ഒരു മറ്റുള്ളവർ കുറ്റം പറഞ്ഞാൽ തന്നെ അവരോട് നമുക്ക് അതുകൊണ്ട് എന്താ സാരമില്ല. ഓക്കെ, ഒരു തെറ്റൊക്കെ എല്ലാവർക്കും പറ്റിപ്പോവും. ആ തെറ്റ് പറ്റുന്നതിനെ നമ്മൾ തിരുത്തി നമ്മൾ വീണ്ടും മുന്നോട്ട് നെക്സ്റ്റ് ടൈം നമ്മൾ ആ തെറ്റ് പറ്റാതെ നമ്മൾ ശ്രമിക്കണം. അതാണ് നമ്മൾ ചെയ്യാനുള്ളത്. സോ അങ്ങനെ ആ സ്റ്റെപ്സ് നിങ്ങൾ എടുക്കും. നിങ്ങൾക്ക് എന്താ വേണ്ടത് വെച്ചാൽ നിങ്ങൾ ചെയ്തോളൂ. ഓക്കെ, ആൻഡ് ഷെയർ യുവർ ലൈറ്റ് എന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അനുഭവിക്കുമ്പോൾ, നിങ്ങൾ പലതും ഗോ ത്രൂ ചെയ്യുമ്പോൾ ശരിക്കും അത് നിങ്ങളെ പഠിപ്പിക്കുകയാണ് അല്ലേ, നിങ്ങൾക്കൊരു ലെസൺസ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എങ്ങനെയാണ് അവിടുന്ന് നിങ്ങളിങ്ങനെ ഓരോന്ന് ഓവർകം ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്, അത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കാം, മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക, നിങ്ങളുടെ അനുഭവങ്ങൾ, നിങ്ങളുടെ ലെസൺസ്. പക്ഷെ ആരെയും ഇപ്പം ഞാനീ പറഞ്ഞ പോലെ നമുക്കൊരാളോടും നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ എന്ന് നിർബന്ധിക്കാൻ പറ്റില്ല. പറയാം നമുക്ക്. ഓക്കെ, അവർ കേൾക്കുന്നതോ അവർ ചെയ്യുന്നതോ എല്ലാം അവരുടെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ അവരുടെ കർമ്മ പോലെ ഇരിക്കും, എന്തോ ആയിക്കോട്ടെ. പക്ഷെ നിങ്ങളുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ അത് ചിലപ്പോൾ മറ്റുള്ളവർക്കൊരു ഹെൽപ്പാവും. ഓക്കെ, സാരി ഇരിക്കും, നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ ലൈറ്റ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആ ഒരു പോസിറ്റിവിറ്റി, ഐ തിങ്ക് ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും. ആ പോസിറ്റിവിറ്റി നിങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യൂ എന്നാണ് പറയുന്നത്. കീപ് ഗോയിങ് എന്ന് പറയുന്നുണ്ട്. ഇതിലും ആക്ച്വലി ഇവിടെ ലൈറ്റ് ഉണ്ട്, ഇതിലും ഉണ്ട് കണ്ടോ. നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചം നിങ്ങൾ ഫോളോ ചെയ്യാം. നിങ്ങളുടെ ഉള്ളിൽ എന്താണോ പറയുന്നത്, നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് എന്താണോ പറയുന്നത്, അത് നിങ്ങൾ ഫോളോ ചെയ്യാം. ഓക്കെ, ആൻഡ് ഇറ്റ് വിൽ ഓൾവേസ് ലീഡ് യു ഇൻ ദ റൈറ്റ് വേ. ഞാൻ ഉറപ്പ് തരാം. ഓക്കെ, ചെറിയ തെറ്റൊക്കെ വന്നാലും പ്രശ്നമൊന്നുമില്ലെന്നേ, വീണ്ടും ശ്രമിക്കാം നമുക്ക്. എന്താപ്പോ കുറച്ച് ദിവസം ലൂസ്, നമ്മളെന്താ പറയുക, ഒരല്പം സമയം ഡിലേ ആവും, അത്രേ ഉള്ളൂ, സാറില്ല. ഓക്കെ, യൂസ് പോസിറ്റീവ് അഫർമേഷൻസ് പറയുന്നുണ്ട്. ഇത് ഞാൻ നമ്മൾ എന്താ പറയുക, മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് യൂസ് ചെയ്യാം. ഓക്കെ, അതായത് ഓൾറെഡി നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ കിട്ടി എന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയാം. പോരാത്തിന് ഗൂഗിളൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി, ഇഷ്ടംപോലെ കിട്ടും. ഓക്കെ, പോസിറ്റീവ് അഫർമേഷൻസ് നിങ്ങൾക്ക് ഏത് കാര്യത്തിനാണോ വേണ്ട അതിനനുസരിച്ച് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാൻ പഠിക്കാം. ഞാൻ ഇടയ്ക്ക് ചില വീഡിയോസിലൊക്കെ ഞാൻ ഇടാറുണ്ട്, പക്ഷെ അത് ഏതിലാണെന്നിപ്പോൾ എനിക്ക് ഓർമ്മയില്ല, പോട്ടെ. ഡിസ്കവർ യുവർ കോളിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സോളിൻ്റെ ഒരു പർപ്പസ് ഉണ്ട്, നിങ്ങളുടെ ജീവിതത്തിനൊരു പർപ്പസ് ഉണ്ട്. അത് എല്ലാവർക്കും ഇപ്പം നമ്മൾ സോൾ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ സന്യാസം എടുത്ത് അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക വലിയ ഇതൊക്കെ ആയിട്ട് പോകും, അങ്ങനെയൊന്നും അല്ല കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഫാമിലി കുട്ടികൾ അല്ലെങ്കിൽ മറ്റുള്ളവർ വലിയ മൂത്തവരായാലും വലിയവരായാലും അവരെ ഒന്ന് കെയർ ചെയ്യുക. ഓക്കെ, ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ലൈഫ് പർപ്പസ്, പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും, നമ്മുടെ കർമ്മ അനുസരിച്ചിരിക്കും. ഓക്കെ, കുറച്ച് പേർക്ക് ചിലപ്പോൾ നമ്മൾ ജോലിയിൽ നല്ല രീതിയിൽ നല്ല ജോലി ചെയ്ത് ഏൺ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, കുറച്ച് പേർക്ക് ലൈക്ക് മേ ബി സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും, അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവാം. ഓക്കെ, അല്ലെങ്കിൽ ഓരോരുത്തർക്കും കുറച്ച് പേർക്ക് ചിലപ്പോൾ സ്പിരിച്വലിൻ്റെ ഒരു പാത്തായിരിക്കാം. സോ ഓരോരുത്തർക്കും ഓരോന്നുണ്ടാവും. അതെന്താണ് നിങ്ങളുടെ ലൈഫിൻ്റെ പർപ്പസ് എന്താണ് എന്നുള്ളത് നിങ്ങൾ ഡിസ്കവർ ചെയ്യണം എന്ന്. എങ്ങനെയാണ് ഡിസ്കവർ ചെയ്യാം? ഈ കാർഡ് ഇതാ ഞാൻ പറഞ്ഞു, ഫോളോ യുവർ ഇന്നർ ഇൻറ്റ്യൂഷൻ. യൂണിവേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്യും, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ ഇൻറ്റ്യൂഷൻ നിങ്ങളെ ഗൈഡ് ചെയ്യും, നിങ്ങളുടെ ലൈഫിൽ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത്.
ഓക്കെ, അത് കേൾക്കാം. ആൻഡ് ഡിസ്കവർ യുവർ കോളിംഗ്. നിങ്ങളുടെ അതായത് നിങ്ങളുടെ ഉള്ളിൽ അതിയായ ആഗ്രഹം ഉണ്ടാവും ചില കാര്യങ്ങൾ ചെയ്യാൻ. ഓക്കെ, അതൊക്കെയാണ് ശരിക്കും നമ്മുടെ പർപ്പസ് എന്ന് വിളിക്കാം നമുക്ക്. ഓക്കെ, നിങ്ങൾ അത് കേൾക്കാൻ ശ്രമിക്കാം, മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, സോ ബി ഓപ്പൺ ടു ലവ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് റിമെമ്പർ ദാറ്റ് യു ആർ ഇനഫ്. നിങ്ങൾ എങ്ങനെയാണോ, ഓക്കെ, ദാറ്റ് ഇസ് ഇനഫ് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കാൻ എപ്പോഴും നമുക്ക് മറ്റുള്ളവരെ പോലെ ആവാൻ പറ്റില്ല. ഓക്കെ, ഇപ്പം നമ്മൾ ഒരേ ഫാമിലി തന്നെ, ഇപ്പം സപ്പോസ് ഒരു സിസ്റ്റർ ബ്രദറോ അങ്ങനെ 2-3 പേരുണ്ടെങ്കിൽ അതിൽ തന്നെ ഓരോരുത്തർ ഓരോ തരത്തിലായിരിക്കും. ഓക്കെ, ഒരാൾക്ക് ചില ഗുണങ്ങളുണ്ടാവും, ഒരാൾക്ക് അതേ ആൾക്ക് ചിലപ്പോൾ വേറെ ചില നെഗറ്റീവ് ക്വാളിറ്റീസ് ഉണ്ടാവും. നമ്മളിൽ ചില പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. സോ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ഓക്കെ, നമ്മൾ എങ്ങനെയാണോ അങ്ങനെ. വി ആർ ഇനഫ്. ആക്ച്വലി ഇതൊരു അഫർമേഷനാണ്. ഐ ആം ഇനഫ് എന്ന് പറയാം. ഐ ആം ഇനഫ് ആസ് ഐ ആം. ഞാൻ എങ്ങനെയാണോ അങ്ങനെ ഞാൻ ബെസ്റ്റാണ്, ഞാൻ ഇനഫാണ്. ഓക്കെ, ഞാൻ അർഹിക്കുന്നുണ്ട് എന്ന് പറയാം. ഐ ഡിസേർവ് ദ ബെസ്റ്റ്. ഐ ഡിസേർവ് ലവ്. ഐ ഡിസേർവ് ഹാപ്പിനെസ്. ഐ ഡിസേർവ് പീസ്. ഓക്കെ, അങ്ങനെ അവനവനോട് പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് നിങ്ങൾ പറയാം. ഓക്കെ, സോ എല്ലാവരും വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നല്ലൊരു ദിവസമായിരിക്കട്ടെ. ആൻഡ് പെരുന്നാളൊക്കെ വരുന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരിക്കും. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു പെരുന്നാളിനിപ്പോൾ മൺഡേ ആവാൻ ചാൻസ് ഉണ്ട് എന്നാണ് തോന്നുന്നത് അല്ലേ. ഓക്കെ, നമുക്ക് സ്പെഷ്യൽ റീഡിങ് അപ്പിടാം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.